പുറം നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് കേൾക്കാം. നല്ലായിരുന്നുടാ. അവളുടെ സ്കിന്നിൽ ഇച്ചിരി എക്സിമ ഉണ്ട്, കുഞ്ഞിന്റെ സ്കിന്നിൽ. അപ്പൊ ഡ്രൈനസ് ഒക്കെ നല്ലപോലെ കുറഞ്ഞായിരുന്നു നമുക്ക്. പിന്നീട് എനിക്കത് മേടിച്ചു കൊണ്ടുവരണം പറഞ്ഞ് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരുന്നു. പക്ഷെ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടതായിട്ടുള്ള തിരക്കിലാണ് ഞാൻ അതിൽ പെട്ടുപോയി. ഇപ്പൊ നാട്ടിൽ നിന്ന് ആള് വരുന്നുണ്ടേ. അപ്പം ഇത് വീട്ടിൽ എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ എന്റെ വീട്ടുകാർ കൊടുത്തു വിടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് കൂട്ടുള്ളൂ. കാരണം എനിക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ചാർജ് ഭയങ്കര കൂടുതലല്ലേ. താങ്ക് യു കേട്ടോ. ഒരാൾക്ക് ഒത്തിരി പെട്ടെന്ന് ഡ്രൈ സ്കിന്നെ ഒത്തിരി മാറ്റം വന്നായിരുന്നു. നമുക്ക് നന്നായിട്ട് എക്സിമ ഉണ്ടായിരുന്നു. ഇങ്ങനെ പാച്ചായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടുമായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ എന്റെ മനസ്സ് ഒത്തിരി വിഷമിക്കും. ഞാനിങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ ഇനി കുറച്ച് ബോട്ടിൽ കൂടെ മേടിച്ച് കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ഈ കസ്റ്റമർ അത്രയും ഹാപ്പി ആയിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇവരുടെ കേസിൽ വന്നിട്ടുള്ളത് ഇവരുടെ കുട്ടിക്ക് എക്സിമ പോലത്തെ ഒരു സ്കിന്നിൻ്റെ ഒരു കണ്ടീഷനാണത്. ഡ്രൈനെസ് കൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു സംഭവമാണത്. തണുപ്പുള്ള രാജ്യത്തുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും ഈ എക്സിമ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ കുട്ടിക്ക് എക്സിമ ഉണ്ടായിരുന്നു, നല്ല ഡ്രൈനെസ് കൂടിയിട്ട് സ്കിന്നിങ്ങനെ പൊളിഞ്ഞ് വരുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളുടെ ബേബി ഓയിൽ യൂസ് ചെയ്തപ്പോൾ മാറി. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവർ പറയുന്നത് അവർക്ക് ഇനിയും ഒരുപാട് ബോട്ടിൽസ് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യണം. ഫാമിലിയിൽ നിന്ന് ഒരാൾ വിദേശത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് കുറച്ച് ബോട്ടിൽസ് ബൾക്കായിട്ട് എടുത്തിട്ട് അവർ പർച്ചേസ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആ കസ്റ്റമർ വളരെയധികം ഹാപ്പിയാണ് നമ്മളെ പ്രൊഡക്റ്റിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങളെ കുട്ടികൾക്കും ഇങ്ങനത്തെ ഡ്രൈനെസ്, എക്സിമ ഡ്രൈനെസ്, അല്ലെങ്കിൽ സ്കിന്ന് പൊളിഞ്ഞു പോവുക, കൊതുക് അടിച്ചിട്ടുള്ള പാടുകൾ, അല്ലെങ്കിൽ സൺ ടാൻ അടിച്ചിട്ടുള്ള അങ്ങനത്തെ ഡള്ളായിട്ടുള്ള ഫേസ്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു സ്നാ ഓർഗാനിക്സിൻ്റെ ബേബി ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളെ മക്കൾക്ക് ഇത് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. അത്രയും ഉത്തരവാദിത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചമരുന്നുകൾ, ആട്ടിൻ പാല്, മഞ്ചിഷ്ട, രക്തചന്ദനം, അങ്ങനെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല പ്രൊഡക്ട്സ് ഇട്ടിട്ടാണ് നമ്മളുടെ എല്ലാ ഓയിലും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ബേബി ഓയിൽ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയറും കൂടി വേണം. ഇത് നമ്മൾ ബേബി ഓയിൽ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓട്ടുരുളി, അത് ബ്രോൺസേൻ്റെ വലിയൊരു ഉരുളിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. കാരണം കുഞ്ഞു മക്കളുടെ സ്കിന്നാകുമ്പോൾ ഓട്ടുരുളിയാണ്, ബ്രോൺസേ മെറ്റീരിയൽസാണ് കുട്ടികളുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. മറ്റേ ബാക്കിയുള്ള മെറ്റീരിയൽസ് അലുമിനിയം അല്ലെങ്കിൽ ഇരുമ്പൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. നിങ്ങൾ എന്തായാലും നിങ്ങളെ മക്കൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഓരോ ബോട്ടിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളും യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് റിവ്യൂസ് പറയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള എന്ത് റിസൾട്ട് ആണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആളുകളും ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ പരിചയപ്പെടാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ആളുകളുണ്ട്, നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനത്തെ ആളുകൾക്കൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക. നമ്മൾ ഹൈലൈറ്റ്സിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആമസോൺ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അടങ്ങിയിട്ടുള്ളൊരു പുതിയൊരു കാർഡ് നമ്മൾ എല്ലാ ബോക്സിൻ്റെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. ബോക്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് സെർച്ച് ചെയ്യുക. ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ കൂപ്പൺ കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡിലായിരിക്കും നമ്മൾ ഇൻഫോം ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ കാർഡ് ഒന്ന് സൂക്ഷിച്ച് വെക്കുക.